പ്രിയ പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട വലിയ തീരുമാനങ്ങൾ ഇന്നുണ്ടാകുന്നു, ഇന്ന് തൂഫാൻ ജാഗരൺ ഉണ്ടാകുന്നു പെരുമ്പാവൂരിൽ എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മളിതിനെ ചെറുക്കേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു. നിരന്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. മലപ്പുറം തിരൂരിൽ വീട് കയറി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ദൃശ്യങ്ങളും നേരത്തെ പങ്കുവച്ചതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിറക്കലങ്ങാടിയിൽ കുഞ്ഞി മുഹമ്മദിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മുറ്റത്തിരുന്ന 3 ബൈക്കുകൾ തല്ലി തകർത്തു. പുലർച്ചെ 2 മണിയോടുകൂടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഫൈസൽ, സഹോദരൻ റസാഖ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സോണൽ കൃഷ്ണ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സോണലിലൂടെ വിവരങ്ങൾ ചോദിക്കാൻ നമുക്ക്. സോണൽ, അവർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, യാതൊരു നിലയുമില്ലാതെ ബോധവുമില്ലാതെ അഴിഞ്ഞാടുന്ന അക്രമി സംഘത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെല്ലുവിളിച്ചുകൊണ്ട് വാഹനങ്ങൾ തകർക്കുന്നതും ആളുകളെ പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്ര വലിയ ഭീകരാന്തരീക്ഷമായിരുന്നു എന്നുള്ളതാണ് ആ വീട്ടുകാർക്ക് പറയാനുള്ളത്. എന്താണ് സോണൽ? മാധു, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട വീട്ടിലാണ്. ഇത്തയാണ്, അതായത് പരിക്കേറ്റയാളുടെ ഭാര്യയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. അതോടൊപ്പം നമുക്ക് കാണാം ആ വാതിൽ, അതായത് ജനവാതിലിൻ്റെ ചില്ല് തകർത്തിട്ടുണ്ട്. ആ 3 തകർത്ത ബൈക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ആ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടിയതാണ് ഈ ബൈക്കിൻ്റെ സീറ്റ്. അതുപോലെ തന്നെ ഈ ടാങ്ക് ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ വ്യക്തമാവും. ഈ ബൈക്കിൻ്റെ ലൈറ്റുകൾ ഉൾപ്പെടെ ടച്ച് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കകരമായിട്ട് നമുക്ക് നോക്കിക്കാണുന്നത്. ഇപ്പോൾ അവർ കൂടെ നമ്മളോടൊപ്പം ഇന്നലെ ആ വീഡിയോ പകർത്തിയത് താങ്കളാണ്. ആ പരിക്കേൽറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. പരിക്കേൽക്കുന്നത് അതിലില്ലല്ലേ? പരിക്കേൽക്കുമ്പോൾ എനിക്കത് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലുണ്ടായിരുന്നു. കാരണം പെട്ടെന്നുള്ളൊരു ആക്രമണമായിരുന്നു. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ആക്രമണം വരുന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനൊരു എവിഡൻസ് നമുക്ക് അത്യാവശ്യമാണെന്ന് ആ ഒരു ബോധം വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ പരിക്കേൽക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ കഴിയും. സനൽ എന്ന് പറയുന്ന ആൾ ഈ പ്രദേശത്തുള്ള ആളാണ്. അതെ, ഈ പ്രദേശത്തുള്ള ആളെ, തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള ആളാണ്. ഇത്തരം സംഭവങ്ങൾ പതിവാണ്. ഈ സംഭവം ഇതും ഇതുപോലുള്ള ഒരുപാട് നിരവധി കുറ്റകൃത്യങ്ങൾ അവന്റെ മേലുള്ളതാണ്. ഇവിടെ നിരവധി പ്രശ്നങ്ങൾ ഉള്ളതാണ്. എന്നാലും ഒരു കൂസലില്ലാണ്ട് നാട്ടിലൂടെ ഞെളിഞ്ഞു നടക്കുന്ന ഒരു പ്രമാണി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സനൽ. ഫുട്ബോൾ കളി കാണുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ. അതെ, അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ 2ാമത്തെ ജ്യേഷ്ഠനെ അടിച്ചിട്ട് അദ്ദേഹം വിളിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡും മൂത്ത ഏട്ടനും ഇറങ്ങിയത്. അപ്പോഴാണ് അവരെ അടിക്കുന്ന പ്രതിരോധിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇയാൾ ആക്രമിച്ചത്. കയ്യില് വലിയ മഴ പോലത്തെ എന്തോ ആയുധം ഉണ്ടായിരുന്നു. അതെ, അതൊരു സ്റ്റീലിന്റെ ഒരു കൊടുവാള് പോലെ ഒരു സംഭവം. സ്റ്റീലിന്റെ ഒരു കുറച്ച് നീളമുള്ള അതും പിന്നെ ഒരു വടിവാളും ആയിട്ട് ഒരു നീണ്ട അത് വെച്ചിട്ടുള്ളതാണ് അടിച്ചിട്ടുള്ളത്. എത്ര പേരുണ്ടായിരുന്നല്ലോ ആ സംഘത്തിൽ? 3 പേരുണ്ടായിരുന്നു. പക്ഷേ ആക്രമിക്കുന്ന സമയത്ത് 2 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ 3 പേരുണ്ടായിരുന്നു. ഒരാൾ ആ ബൈക്കിൽ അവിടെ നിൽക്കുകയായിരുന്നു. അതെ, ഒരാൾ ബൈക്കിൽ നിൽക്കുകയായിരുന്നു. 2 പേരാണ് വീട്ടിൽ കയറി വന്നതും ആക്രമിച്ചതും അസഭ്യം വിളിച്ച് പറഞ്ഞതും. നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റാത്ത അത്രയും മാരകമായിട്ടുള്ള തെറികളാണ് അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ ഏട്ടനും എല്ലാവരും ഹോസ്പിറ്റലാണുള്ളത്. തലക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതെ, തലക്കാണ് പരിക്കേറ്റത്. തലക്കുണ്ട്, പിന്നെ നെഞ്ചത്ത് അടി കൊണ്ടിട്ടുണ്ട്, പിന്നെ നെറ്റിയിൽ ചെറിയൊരു അടി പറ്റിയിട്ടുണ്ട്. അതുപോലെ ഹസ്ബൻഡിന്റെ ഏട്ടനും നെഞ്ചത്തും ചെവിയിലൊക്കെ അടി തട്ടിയിട്ടുണ്ട്. ചെവിയിൽ ചെറുതായിട്ട് പരിക്കുകളുണ്ട്. തീർച്ചയായിട്ടും ശാരീരികമായിട്ട് നന്നായിട്ട് പരിക്കുകളുണ്ട് 2 പേരും. ലഹരി സംഘത്തിന്റെ ലഹരി കാരിയർ ഒക്കെയാണ് ഇയാളെന്ന് പറയപ്പെടുന്നത്. അതെ, ലഹരി കാരിയറാണ്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരുപാട് തവണ ഇവിടെ വെച്ചിട്ട്. ശരി, ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചതാണ്. എന്തായാലും എന്താണ് ഈ സംഭവം, എന്താണ് ഇതിനൊക്കെ കാരണമായത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.